വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടിയതാണെന്ന് അയൽവാസി വിനോദ് കുറ്റം സമ്മതിച്ചു. കൊലയ്ക്ക് കാരണം പ്രതി നൽകാനുള്ള പണം തിരിച്ചു ചോദിച്ചതെന്നും മൊഴി. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, കൂടുതൽ വിശദാംശങ്ങൾ. ഇക്കഴിഞ്ഞ 12-ാം തീയതി മുതലാണ് 48 വയസ്സുള്ള പ്രിയംവദയെ കാണാനില്ല എന്ന വിവരം മക്കൾ തന്നെ, 2 പെൺമക്കളാണ്, മക്കൾ തന്നെയാണ് വെള്ളറട പോലീസിൽ പരാതി നൽകുന്നത്. പ്രിയംവദയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയംവദയെ ഉപേക്ഷിച്ച് പോയിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു. കൂടെ 2 പെൺമക്കളുമാണ് നിലവിലുണ്ടായിരുന്നത്. കാണാനില്ല എന്ന പരാതി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ഈ വീടിൽ നിന്ന് രക്തക്കറകൾ കണ്ടുവെന്ന് തൊട്ട് സമീപത്ത് താമസിക്കുന്ന സരസ്വതി എന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ പള്ളി വികാരിയോട് കാര്യം പറയുന്നത്. പള്ളി വികാരി കൃത്യമായും വെള്ളറട പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ദുരൂഹതകൾ ആദ്യം കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് സമീപത്തുള്ള വിനോദ്, സന്തോഷ് എന്ന 2 പേരെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നതും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. അല്പം മുമ്പാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത ഒരാൾ, അതായത് വിനോദ് എന്ന് പറയുന്ന സമീപവാസി, കുറ്റം കൃത്യമായി താൻ ചെയ്തു എന്ന് സമ്മതിക്കുന്നു. എന്നാൽ സന്തോഷ് ഇത്തരത്തിൽ ഈ കുറ്റകൃത്യങ്ങളിലും എന്നും ഇല്ല എന്ന കാര്യവും പറയുന്നു. എന്നാൽ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നു. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്തരത്തിൽ കുഴിച്ചിടാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തി വരുന്നതും ഇത്തരത്തിൽ ചോദ്യം ചെയ്തു വരുന്നതും. എന്തായാലും ഇവർ 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം കൂടുതൽ ചെയ്തു വരികയാണ്. ശേഷം മാത്രമേ മേൽനടപടികൾ സ്വീകരിക്കുമെന്നാണ് വെള്ളറട പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയുന്നത്. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടിയതാണെന്ന് അയൽവാസി വിനോദ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. കൊലയ്ക്ക് കാരണം പ്രതി നൽകാനുള്ള പണം തിരിച്ചു ചോദിച്ചതെന്നും മൊഴിയുണ്ട്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സതീഷ്, ബിന്ദു